ഹലോ. ഈ ഇൻലോസ് പ്രശ്നമാണല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറഞ്ഞു, ആ, ചേച്ചി, എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ ഇൻ്റർഫിയറൻസ് ആണ് ഞങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം എന്ന് പറഞ്ഞു. പോസിബിൾ, അങ്ങനെയുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ ഒറ്റക്കുട്ടിയായിരിക്കാം. എനിക്കും ഒരു മോളല്ലേ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, അവളെ അവളുടെ കാര്യത്തിന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പഠിപ്പിച്ച് അതോടുകൂടി നമ്മളുടെ ഇൻ്റർഫിയറൻസ് നിർത്തണം. യു ഷുഡ് നോട്ട് ബി ഓവർ കൺസേൺഡ് എന്ന്. അത് തന്നെയാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ അമ്മമാരാകുമ്പോൾ എനിക്കിവിടെ വന്നിന്ന് ഘോരഘോരം പറയാൻ പറ്റുന്നുണ്ടല്ലേ, മദർ ഇൻ ലോയുടെ കാര്യമൊക്കെ അനുഭവത്തിൽ നിന്ന്. അതേപോലെ അനുഭവം ചില സമയങ്ങളിൽ മറിച്ചുമാവാം അല്ലേ. ആ ബോയ്സിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ വളരെ വിരളമാണ് കേട്ടോ. പക്ഷേ കാരണം എന്താണെന്നറിയാവോ, പെൺകുട്ടികളുടെ അമ്മമാരെ എപ്പോഴും മിക്കവാറും തന്നെ ഈ കല്യാണം കഴിച്ച ആൺകുട്ടികളെ ഒരുവിധം സോപ്പിട്ട് നിൽക്കാനാണ് ശ്രമിക്കാറ്. അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം. എപ്പോഴും പറയും, എന്തും പറയും എന്നുള്ള ടൈപ്പ് ആളുകൾ ഉണ്ടാകാം. ഇല്ല എന്നല്ല, രണ്ട് ടൈപ്പ് ആളുകളും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ഈ പെൺകുട്ടികളോടാണ്, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പോയിട്ട് എപ്പോഴും അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് മദർ ഇൻ ലോൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ, എപ്പോഴും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത് നിങ്ങൾ എക്സാക്ട്ലി അത് തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ മദറിനോടും പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതായത് ഈ മകളോട് അമ്മായിയമ്മ കാണിക്കുന്ന ആ ഫ്രസ്ട്രേഷൻ ചില സമയത്ത് അമ്മ കാണിക്കുന്നത് ഈ മരുമകനോടായേക്കാം. തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് തിരുത്താൻ പറ്റുക? നമ്മൾ ഈ കപ്പിൾസിന് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക? യങ്സ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മകള് കഴിയുന്നതും തൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ഇവിടുത്തെ ഇൻലോസ് അങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സെമൻറ്റിക്സും റിലേഷൻഷിപ്പും കുറച്ച് സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നവും തീർന്നു. അതായത് ഡോണ്ട് ഗോ ആൻഡ് കംപ്ലെയിൻ അബൌട്ട് യുവർ ഇൻലോസ് ടു യുവർ പേരൻസ്. സെയിം ആയിരിക്കണം ഈ ആൺകുട്ടികളും ചെയ്യേണ്ടത്. അവരും ഈ പെണ്ണിൻ്റെ വീട്ടിലെ അമ്മായിയമ്മ ഇച്ചിരി കൂടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അമ്മയോടും പറയാൻ പാടില്ല. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. വി ആർ സോഷ്യൽ ബീയിങ്സ് അല്ലേ. നമ്മളിങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹ വ്യവസ്ഥിതി. ഇൻലോസിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് തന്നെ കണ്ടേ പറ്റുള്ളൂ അല്ലേ. സോ നമ്മുടെ പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലൊന്ന് അലൈൻ ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല, അലൈൻ ചെയ്യണം. ഓക്കെ, ചിയേഴ്സ്.